ഇന്ന് നമുക്ക് ചെറിയ ചെമ്മീൻ കൊണ്ട് നല്ലൊരു റോസ്റ്റ് ഉണ്ടാക്കാം. ഒരു തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന ഒരു റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ചെമ്മീനുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുത്ത് ചെറിയ ചെമ്മീനാണ്. അപ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 തവി വെള്ളവും കൂടി ഒഴിച്ചൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിൻ്റെ ഇത് വേവുണ്ട്. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇപ്പോൾ ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടി ഇറങ്ങിയാണ് ഇത് വേകുന്നത്. അപ്പോൾ ഇത്രയും വെന്താൽ മതി. ഒരു 5 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ അധികം ഫ്രൈ ആക്കാതെ തന്നെ ഇറക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. ഇത് ഞാൻ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്താണ് എടുത്തേക്കണം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് നല്ലത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചുവന്നുള്ളിയും വെളിച്ചെണ്ണയും കൂടിയാണ് ഇതിന് ഏറ്റവും നല്ല സ്വാദ് കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സവാള ചേർക്കാതെ ചുവന്നുള്ളി തന്നെ ചേർക്കുക. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 3/4 ഭാഗം ഫ്രൈ ആക്കി എടുക്കുക. ഇതേപോലെ വഴറ്റി ഈ പാകമാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ എങ്ങനെ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ബ്രൗൺ കളറൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രൗൺ കളർ കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഈ തേങ്ങാക്കൊത്ത് അധികം മൂത്ത് പോരുത്. അപ്പോൾ ചെമ്മീനും തേങ്ങാക്കൊത്തും കൂടി ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് അധികം ബ്രൗൺ കളറൊന്നും ആകരുത്, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഈ പാകമാകുമ്പോൾ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. സ്റ്റൗ എപ്പോഴും സിമ്മിലിട്ടിട്ട് വഴറ്റുക. ഒട്ടും തന്നെ കളറും പോകാതെ കരിയാതെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ മുളക് പൊടിക്ക് പകരം ചതച്ച മുളക് ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നല്ല കളറ് കിട്ടണമെങ്കിൽ നമുക്ക് മുളക് പൊടി തന്നെ ചേർക്കണം. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് വഴറ്റി ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ചെമ്മീനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയും ചെമ്മീനും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു മണവുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഇത്തിരി വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഇറക്കി വെച്ചത്. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും അതിനകത്തേക്ക് ഒഴിക്കരുത്. ഇത് മതി. ഇതേപോലെ നന്നായിട്ട് സിമ്മിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നതിന് ശേഷം ഒന്നെല്ലാം കൂടി ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം വളരെ സിമ്മിലിട്ട് ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് ഇതുപോലെ തന്നെ അവിടെ കിടന്ന് വേകട്ടെ. അപ്പം എല്ലാം കൂടി ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ച് ചെമ്മീനും തേങ്ങാക്കൊത്തൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരും. ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല ഫ്രഷായ കറിവേപ്പില ഇടുക. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക, അടച്ചു വെക്കുക. ഇതിൻ്റെ കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ ലാസ്റ്റ് നല്ലൊരു വാസനയും കൂടി വരും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് ഞാനത് അടച്ചു വെച്ചു. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് അടച്ചു വെച്ചത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് കൂട്ടി നമ്മൾ ചോറും കഴിഞ്ഞ് എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്ത് വേണമെങ്കിലും ചെമ്മീൻ നല്ല കോമ്പിനേഷനാണ്. ചെമ്മീനും തേങ്ങാക്കൊത്തും കൂടി ഇട്ട ഈ റോസ്റ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.